ഇന്നത്തെ പരിപാടി എന്നാന്നല്ലേ, നമുക്ക് കുറച്ച് സാമ്പാർ ചീര പൊട്ടിച്ച് നല്ലൊരു തോരൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരുപാട് വിറ്റാമിൻസൊക്കെ ഉള്ള ഒരു ചീരയാണേ. അപ്പം നമ്മളിതൊന്നും ടേസ്റ്റ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒഴിവാക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ചീരയൊക്കെ പറിച്ചെടുത്തുകൊണ്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ പൂവും തണ്ടും കളയണം. പിന്നെ ഇലകളിൽ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ നോക്കി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ നോക്കി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം അരിഞ്ഞെടുക്കുന്നു. ഇതൊക്കെ നമ്മൾ വെറുതെ കളയുന്ന ചീരകളാണ്, പക്ഷേ ഇതിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് പൈസ കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ. അപ്പോൾ അരിഞ്ഞ് വെച്ച് അതിൽ ഉപ്പും 3-4 ചെറിയുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കാന്താരി ചതച്ചോ അരിഞ്ഞോ ഇടാം. അതിന് ശേഷം കടുകും ഉണക്കമുളകും പൊട്ടിക്കുന്നു. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ചീര ചേർത്ത് കൊടുക്കുന്നു. ഇതിനകത്ത് നല്ലോണം വെള്ളം ഇറങ്ങും. ആ വെള്ളം വറ്റിച്ചെടുക്കലാന്ന് പണി. അപ്പോൾ ആദ്യം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1-2 എത്ര വേണ്ട വെച്ചാൽ എടുക്കുക. ആ മുട്ടയിലേക്ക് വേണ്ടുന്ന ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി വെക്കുക. ചീരയിൽ നമ്മൾ ആദ്യം ഉപ്പിട്ടിരുന്നല്ലോ, ചീര നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. പെട്ടെന്ന് പോകും കേട്ടോ. വെള്ളം ഒന്ന് ഡ്രൈ ആകുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഡ്രൈ ആക്കിയതിന് ശേഷം അതിൻ്റെ നടുക്ക് നമ്മൾ പൊട്ടിച്ച് ഒഴിച്ച് വെച്ച മുട്ട ഒഴിച്ച് കൊടുക്കുക. മുട്ട എത്ര എടുക്കാം കേട്ടോ, 2 മുട്ട വേണമെങ്കിലും എടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഞാൻ ഒരെണ്ണ എടുത്തിട്ട് മുട്ട നടുക്ക് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നു. വേവിച്ചെടുത്തതിന് ശേഷം ചീരയും കൂടെ കൂട്ടി എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്താൽ നല്ല അടിപൊളി ഒരു ചീര മുട്ടത്തോരൻ റെഡിയായി.